ഹലോ. അപ്പോൾ ഇന്ന് നമ്മുടെ കഴിഞ്ഞ വ്ലോഗിൻ്റെ ബാക്കിയായിട്ടുള്ളതാണ്. ഞങ്ങൾ പാടത്തൊക്കെ പോയിട്ട് വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് അച്ഛൻ മാങ്ങ പിച്ചുമായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത മരുന്ന് വീട്ടിൽ കൊടുക്കാൻ വേണ്ടിയാണ്, അച്ചാറിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം വേറൊരു രസകരമായ കാര്യം ഞാൻ പറയാമേ. ഇവിടെ ഈ പാലക്കാട് മാവിനെ മൂച്ചി എന്നാണ് കേട്ടോ പറയുന്നത്. നമ്മൾ കൊല്ലത്ത് മാവെന്നാണ് പറയുന്നത് കേട്ടോ. ഞാൻ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈം ഇങ്ങനെ കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അങ്ങനത്തെയൊക്കെ പേരൊക്കെ ഉണ്ടല്ലോ എന്ന് വെച്ചാൽ ആ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ, പല കാര്യങ്ങളും ഉണ്ട്. ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ എന്തായാലും അച്ഛനും മോനും കൂടെ അവിടെ നിന്ന് മാങ്ങ പിച്ചുമായിരുന്നു. അപ്പോഴത്തേക്ക് ഞാനും അൻവിയും കൂടെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നേ. അവൻ പിന്നെ ഞാൻ എവിടെ ഇരിക്കുന്ന അവിടെ തന്നെ അവനും. അങ്ങനെ അച്ഛനും പിന്നെ ഏട്ടൻ നോക്കിയിട്ട് പറ്റിയില്ല കേട്ടോ. പിന്നെ അച്ഛനാണ് മാങ്ങയൊക്കെ പിച്ചിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് മാങ്ങ എനിക്ക് അടുക്കളയിലോട്ട് വന്നപ്പോൾ അച്ഛൻ ചെത്തി തന്നു കേട്ടോ. കുറച്ച് പഴുത്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര പുളിയായിരുന്നു കേട്ടോ അവിടുത്തെ മാങ്ങ, അന്യായ പുളി. പക്ഷേ ആ പുളിയുടെ കൂടെ മധുരവും കൂടെ ചെറുതായിട്ടൊന്ന് വന്നപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ അച്ഛൻ പറഞ്ഞ് പാത്രം എടുത്തുകൊണ്ട് തരാൻ പറഞ്ഞിട്ട് ഞാൻ പിന്നെ പാത്രം എടുത്തുകൊണ്ട് കൊടുത്തു കേട്ടോ. അൻവിക്ക് മാങ്ങ ചെത്താണ്, അൻവിക്ക് എനിക്കും കൂടെ. അച്ഛൻ അങ്ങനെ മാങ്ങയൊക്കെ ചെത്തുന്നത്. അപ്പോൾ അൻവി വന്നപ്പോൾ ഞാൻ കൊടുത്തു കേട്ടോ. അവൻ്റെ മുഖത്ത് എക്സ്പ്രഷൻ കാണാനാണ് ഞാൻ കൊടുത്തത്. പക്ഷേ എനിക്ക് ആ എക്സ്പ്രഷൻ കറക്റ്റായിട്ട് കിട്ടിയില്ല. അവൻ്റെ മുഖത്ത് എക്സ്പ്രഷനൊക്കെ മിന്നിമായതുണ്ടായിരുന്നു. പക്ഷേ എന്താ എവിടെ കിട്ടിയില്ല. അവനിങ്ങനെ മുഖം കുനിച്ച് വെച്ചുകൊണ്ട് എനിക്ക് കിട്ടിയില്ല. പക്ഷേ എനിക്ക് മനസ്സിലായി നല്ല പുളിയായിരുന്നു കേട്ടോ. ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞില്ലേ അന്യായ പുളിയാണ്. പക്ഷേ അതിനിടയ്ക്ക് ഒരു മധുരവും കൂടെ വരുന്നുണ്ട്, വേറൊരു രുചിയായിരുന്നു കേട്ടോ. അൻവി പിന്നെയും വന്ന് വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്, കാരണം അവന് ഇഷ്ടപ്പെട്ടു. പക്ഷേ ആ പുളി കാരണം ഭയങ്കര ഒരുമാതിരിയാണ് കേട്ടോ. അവൻ 2-3 പ്രാവശ്യം കഴിച്ചിട്ട് പിന്നെ അവൻ ജീവനും കൊണ്ട് ഓടി കേട്ടോ. അത്രയ്ക്ക് പുളിയായിരുന്നു. ഞാൻ പിന്നെ കഴിച്ചോട്ടെ, 2-3 കഷ്ണം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അച്ഛൻ പിന്നെ കുറേ മാങ്ങ ചെത്തി തന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി മാങ്ങ അവിടെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പുറത്ത് അച്ചാറിടാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അച്ഛൻ തന്നതാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ചെത്തി. അങ്ങനെ അച്ഛൻ പിന്നെ നമുക്ക് അച്ചാറിടാൻ വേണ്ടിയിട്ട് മാങ്ങ ചെത്തുമായിരുന്നു കേട്ടോ. അവിടെ ഏട്ടൻ ചെന്ന് നിൽക്കുകയാണ്, മാങ്ങയും കൊടുത്തിട്ട് അപ്പുറത്ത് മരണ വീട്ടിൽ പോയി നിൽക്കുകയാണ്. പിന്നെ അച്ഛൻ അച്ചാറിടാൻ വേണ്ടിയിട്ട് മാങ്ങയൊക്കെ ചെത്തുന്നുണ്ട്. അമ്മ അവിടെ അടുപ്പിൽ എന്തോ ചെയ്യുകയാണ് കേട്ടോ. എന്തോ വെക്കുമായിരുന്നു കേട്ടോ. എനിക്ക് എന്താണെന്ന് ഓർമ്മയില്ല, ഇപ്പോൾ കുറച്ച് ദിവസം ആയി, അതുകൊണ്ട് എന്താണെന്ന് ഓർമ്മയില്ല. പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോൾ അൻവി ഫ്രണ്ട് ഇരുന്ന് കളിക്കുക. അവൻ പിന്നെ ഇവിടെ നിന്ന് ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് കളിച്ചോളും. കാരണം ടി വി വെക്കാൻ വേറൊരു ഓപ്ഷനും ഇല്ല അവിടെ. നമ്മുടെ വീട്ടിലൊക്കെ ആകുമ്പോൾ ടി വിയിൽ കാർട്ടൂൺ ഉണ്ട്. അവിടെ ആകുമ്പോൾ ടി വിയിൽ നെറ്റ് കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് കാർട്ടൂണില്ല. പക്ഷേ കൊച്ചു ടി വിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ അതങ്ങനെ വെച്ച് കൊടുക്കാറില്ല. അവൻ അവിടെ ഇരുന്ന് കളിക്കട്ടെ എന്ന് വെച്ചിട്ട് വെച്ച് കൊടുക്കാറൊന്നുമില്ല. പിന്നെ അടുക്കളയിലോട് ചെന്നപ്പോഴത്തേക്ക് അമ്മ കഴിഞ്ഞിന് മാങ്ങ കുറേ പഴുത്തത് കിട്ടിയപ്പോൾ സ്ക്വാഷ് പോലെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം അമ്മ അത് എനിക്ക് കലക്കി തരാണ്, കൊള്ളാമോ ഇല്ലയോ എന്നുള്ളത് നോക്കുമെന്ന് പറഞ്ഞിട്ട് കലക്കി തരാണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ലായിരുന്നു, കുറച്ച് മധുരം കുറവായിരുന്നു, പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് സെക്ഷനിൽ പറയണം കേട്ടോ. പിന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട്. തുടർന്ന് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. പിന്നെ അമ്മ എനിക്ക് ജ്യൂസ് തരുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് കുടിച്ച് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, കുറച്ച് മധുരം കുറവാണ്, അത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഇനി കുറച്ച് വീഡിയോസും കൂടെ ഉള്ളൂ പാലക്കാട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡെയിലി ലൈഫിലെ വ്ലോഗുകൾ വരും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.